ഇപ്പം ഒരു 100 കിലോമീറ്റേഴ്സിൻ്റെ ഒരു റോഡ്, ആ റോഡിൽ നമുക്ക് മാക്സിമം എത്ര വരെ പോകാൻ പറ്റും ലീഗലി? So, to be honest with you, in 100-kilometer speed zone, even if you do 101, it's illegal. Okay. അതിനൊരു ഡെഫിനറ്റ് ആൻസർ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ am I going to pull anybody over doing 101 kilometer? No. But legally speaking, 101 illegal ആണ്. So what I can tell you, safe ആയിട്ടുള്ളൊരു സ്പീഡ് കീപ്പ് ചെയ്യുക. Obviously ഓവർ സ്പീഡ് ആണ് സമയത്ത് ഓഫീസർ പുള്ളവരത് എല്ലാ ഓഫീസേഴ്സും ഡിഫറെൻ്റ് ആണ്. എല്ലാ ഓഫീസേഴ്സിൻ്റെ ത്രഷോൾഡും ഡിഫറെൻ്റ് ആണ്. ചില ഓഫീസേഴ്സ് 110 പുള്ളവർ ചെയ്തേക്കാം, ചില ഓഫീസേഴ്സ് 120 പുള്ളവർ ചെയ്യാം, ചില ഓഫീസേഴ്സ് 130 പുള്ളവർ ചെയ്യുന്ന ഓഫീസേഴ്സും ഉണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്, റൈറ്റ്? സോ അതിനൊരു ഡെഫിനറ്റ് ആൻസർ ഇല്ല ഏതാണ് സേഫ് ആയിട്ടുള്ളത്. ഐ വുഡ് സേ if you think 105 is a safe for you and safe for the roadway, keep that speed limit. എനിക്കൊന്ന് ഹൈവേ ഒരു നോർമൽ സ്പീഡിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രാഫിക്കിന് ഫോളോ ചെയ്യാമെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ട്രാഫിക് പോണത് 140-ലാണെങ്കിൽ ഐ വുഡ് നെവർ റെക്കമെൻഡ് സംബഡി ഡ്രൈവ് 140, റൈറ്റ്? അപ്പോൾ അതൊന്ന് മൈൻഡ്ഫുൾ ആയാൽ മതി. ഓക്കെ. ഇപ്പം നിങ്ങൾ കാരയിലൊക്കെ പുള്ളോർ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, പോലീസുകാരൊക്കെ ഇതിന് മുകളിൽ സ്പീഡിലല്ലേ പോകുന്നത്, നിങ്ങൾക്കൊന്നും പ്രശ്നമല്ലെന്ന് ചോദിക്കാറുണ്ടോ? ചോദ്യം വരാറുണ്ട് അതുപോലത്തെ. എൻ്റെ അതിനുള്ള ഉത്തരം ബേസിക്കലി നമ്മളിപ്പം സ്പീഡ് ചെയ്യുന്ന ലീഗലി വി ആർ അലൗഡ് ടു സ്പീഡ്. ഇപ്പം ഒരാൾ 130-ൽ പോണ ഒരാൾ എനിക്ക് ക്യാച്ചപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ മൈറ്റ് ഹാവ് ടു ഡു 140. അപ്പോൾ എന്നാലും എനിക്ക് ആ ഒരു വണ്ടിനെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ദാറ്റ്സ് വൈ വി ആർ അലൗഡ് ടു സ്പീഡ് ഓൺ ദ റോഡ് വേസ്, റൈറ്റ്? അപ്പോൾ അതേപോലെ ഇപ്പോൾ വി ആർ ഗോയിങ് ടു എൻ എമർജൻസി കോളിൽ പോണ സമയത്ത് നോട്ട് ഓൾവേസ് വി ഡോണ്ട് ഹാവ് ടു ഹാവ് ദ ലൈറ്റ്സ് ആൻഡ് സൈറൻസ് ഓൺ, റൈറ്റ്? ഡിപ്പെൻഡ്സ് ഓൺ ദ കേസസ് ഓബ്വിയസ്ലി. സംടൈംസ് വി ഡു സ്പീഡ് ഫോർ ദോസ് റീസൺസ് ആസ് വെൽ. ഈ ഫോൺ ഉപയോഗിക്കുന്ന ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ, ഇപ്പം നമ്മളെന്തായാലും ഹാൻഡ്സ് ഫ്രീ ആണ് എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നത്, പക്ഷേ എന്നാലും പെട്ടെന്ന് ഒരു സിഗ്നൽ എത്തി നമ്മുടെ സ്റ്റോപ്പ് ചെയ്ത് എന്നാൽ ഒരു കുറച്ച് നേരം ഫോണിൽ നോക്കിയേക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ശരിക്കും അത് അയ്യോ, എനിക്കൊരു ഇതുണ്ടായിരുന്നു. എൻ്റെത് അൺമാർക്ഡ് കാറാണ്. ഓക്കെ. അപ്പം ഞാനൊരു സ്റ്റോപ്പ് സൈഡിൽ നിർത്തിയ സമയത്ത് ഒരു പെൺകുട്ടി ലെഫ്റ്റ് സൈഡിൽ, അവർ ലെഫ്റ്റ് ടേണിങ് ലൈനാണ്, റെഡ് ലൈറ്റ് അവളങ്ങോട്ട് സ്നാപ്ചാറ്റിൽ ഡക്ക് ഫേസസ് ഒക്കെ കാണിക്കാം. ലൈറ്റ് ഗ്രീൻ ആയി ബാക്കിൽ നിന്ന് ഹോൺ അടിച്ചിട്ട് ഇവള് സ്നാപ്ചാറ്റിലുണ്ട് അത്ര. സോ I pulled her over and gave her a ticket. It's $615, I believe. Okay. It's a hefty fine. Legally speaking, you're not allowed to use it. Handheld devices use ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ TV സ്ക്രീൻസ് പോലെയുള്ള അത് ഉപയോഗിക്കാൻ പാടില്ല. അത് സ്റ്റോപ്പ് സൈനിലാണെങ്കിലും റെഡ് ലൈറ്റിലാണെങ്കിലും യു ക്യാൻ യൂസ് ഇറ്റ്. ഓക്കെ. ഇപ്പോൾ അത് കൺവിക്ഷൻ വന്നു കഴിഞ്ഞാൽ there is suspension to it, there is a demerit points to it, so I would not recommend anybody using it. Uber drivers, they normally, can I just accept the delivery? Legally speaking, you're not allowed to do that. But at the same time, it depends on the officer whether that officer is going to see that as a, കാരണം ആ ഒരു സെക്കൻഡ് മതിയല്ലോ കൊളിഷൻ നടക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയില്ലേ, അതുകൊണ്ടാണ് അത്ര ഇമ്പോർട്ടൻസ് കാണിക്കുന്നത്. ഓക്കെ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ പോലീസുകാരെന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഒരു ഡിവൈസ് ഉണ്ടാവും, പ്രത്യേകിച്ച് ഒരു ചെറുതൊക്കെ അടിച്ചിട്ട് വന്നിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും കണ്ടുപിടിക്കുക. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഇല്ല. പക്ഷെ പുള്ളോവർ ചെയ്ത് കിട്ടുന്ന ആൾക്കാരെയാണോ നോർമലി നമ്മൾ ടെസ്റ്റ് ഒക്കെ എടുക്കുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ്. ഇപ്പോൾ ഞാനൊരാൾ പുള്ളോവർ ചെയ്ത് ഐ സസ്പെക്ട് ദാറ്റ് പേഴ്സൺ മൈറ്റ് ഹാവ് ഹാഡ് എ ഡ്രിങ്ക് ഓർ സംതിങ്, എന്തെങ്കിലും സസ്പെഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എല്ലാ ഓഫീസറും ക്യാരി ചെയ്യേണ്ട ഒരു ഡിവൈസാണ് ASD എന്ന് പറയും, അപ്രൂവ്ഡ് സ്ക്രീനിങ് ഡിവൈസ്. നമ്മുടെ ഇവിടുത്തെ പറയുന്ന ആൾക്കാർ റോഡ് സൈഡ് ഡിവൈസ് എന്ന് പറയും. അത് നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ട് ബ്രത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വെദർ ദാറ്റ് പേഴ്സൺ ഹാഡ് ഓവർ ദ ലീഗൽ ലിമിറ്റ്. അതിന് 3 ലെവലുണ്ട്. ഒന്ന് നമ്പർ കാണിക്കും വിച്ച് ഇസ് അണ്ടർ 50 milligrams of alcohol which is allowed as long as you have a G license. Between 50 and 80 milligrams of alcohol in 100 milliliter of blood എന്ന് പറയുന്നത് വാൺ റേഞ്ച് ആണ്. നമ്മുടെ ലൈസൻസ് ഒരു 3 daysലേക്ക് സസ്പെൻഡ് ചെയ്യും. ഓക്കെ. അപ്പോഴും ടിക്കറ്റ് ഒന്നുമില്ല, സസ്പെൻഷൻ ഉണ്ടെന്നേ ഉള്ളൂ. 80ക്ക് മേലെ ആണെങ്കിൽ 80 milligramsന് മേലെയാണ്, അതാണ് above the legal limit എന്ന് പറയുന്നത്. Then you will be arrested for impaired operation. ഓക്കെ. ഈ 80ക്ക് മുകളിലുള്ളവരും ഒക്കെ പിടിച്ച് കഴിഞ്ഞാൽ സാർ ചെറിയ പെഗ് അടിച്ചിട്ടുള്ളതൊക്കെ പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഞാൻ തലേന്ന് രാത്രിയാണ് കുടിച്ചത്, ഞാൻ ഒന്ന് കുടി. പക്ഷെ നമുക്ക് ഓബ്വിയസ്ലി അറിയാമല്ലോ, ഞാനൊരു ബ്രത്തലൈസർ ടെക്നീഷ്യനാണ്. അപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 8 വർഷമായി.
അറിയാൻ പറ്റും അത് ആ ഒരു 2-3 കോൺവെർസേഷനിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും വെദർ ഹി ഹാഡ് സംതിങ് ഓർ നോട്ട്. അതിപ്പം കണ്ണിൽ നോക്കിയിട്ടാവാം, അല്ലെങ്കിൽ സ്മെല്ലാവാം, ഓർഡർ ഉണ്ടല്ലോ ആൽക്കഹോളിൻ്റെ, പിന്നെ മറ്റേ സ്ലറിങ് സ്പീച്ച് അത് നോക്കിയിട്ട് പറയാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ എവിഡൻസ് ആയിട്ട് നമ്മൾ പറയും. So I like to normally tell them, okay, this is why I suspect that you had some alcohol, so I'm going to demand you to provide a sample of your breath into an approved screening device. ആ ഡിമാൻഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു പ്രൊവൈഡ്. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ചില ആൾക്കാർക്ക് അറിയില്ല whether they need to provide the sample or not. If a police officer demand you to provide a sample of your breath into an approved screening device, you have to provide. If not, if you don't provide a suitable sample, you could be arrested for failing to provide a sample. അതും ഒരു ക്രിമിനൽ ചാർജാണ്. നമ്മൾ പോലീസ് ഓഫീസറെ ഡിമാൻഡ് ചെയ്തിട്ട് നമ്മൾ ചില ആൾക്കാർ, എനിക്കൊരു കേസ് ഉണ്ടായത് ഒരു മുസ്ലിം ഫാമിലി ആയിരുന്നു. അപ്പുറം നമ്മൾ മുസ്ലിംസ് ആണ്, നമ്മൾ ഡ്രിങ്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഐ സസ്പെക്ട് ദാറ്റ് യു ഹാഡ് ആൽക്കഹോൾ, സോ ഐം ഗോണ മേക്ക് ദ ഡിമാൻഡ്. ഞാൻ ഡിമാൻഡ് ചെയ്തു, ബട്ട് ഹി വുഡന്റ് ഡു ഇറ്റ്. അപ്പോൾ അവൻ പറയണം ഞാൻ അവനെ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. സോ I'm not going to go into detail on that, but the thing is, doesn't matter at the time. If an officer makes a demand, you have to provide the sample. ഇപ്പോൾ നോർമലി ഉള്ള പുള്ളവർ കേസുകളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ റോഡിലുള്ള കേസുകളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഒഫൻസ് എന്തായിരിക്കും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോൺ ഉപയോഗിക്കുന്നതാണോ, സ്പീഡാണോ, എന്താ വരുന്നത്? സ്പീഡിങ് തന്നെയാണ് ഒരുപാട് വരുന്നത്. വി ഗെറ്റ് എ ലോട്ട് ഓഫ് സ്പീഡേഴ്സ് ഓൺ അവർ റോഡ് വൈസ്. സ്പീഡിങ് തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഞാനിപ്പം ഉള്ള ഞാനിപ്പോൾ ഉള്ള യൂണിറ്റ് എന്ന് പറയുന്നത് കൊളിഷൻ റീകൺസ്ട്രക്ഷൻ യൂണിറ്റ് ആണ്. അപ്പം എൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ട്രാഫിക് എൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. അതിൽ തന്നെ ഈ മേജർ കൊളിഷൻസ് ഒക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യും. അതിൽ ലൈഫ് ത്രെറ്റനിങ് കൊളിഷൻസ് ഉണ്ട്, ഈ ഫെറ്റാലിറ്റീസ് ഉണ്ട്. അതിൻ്റെ മെയിൻ റീസൺ സ്പീഡിങ് തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ കാനഡയിൽ പറയുമ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഉള്ളൊരു വലിയ ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാറുകൾ മോഷണം പോകുന്നതായിട്ട് ഭയങ്കര വാർത്തകളും ന്യൂസുകളൊക്കെ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാറ് നമ്മുടെ പ്രിമൈസസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു കാറ് മോഷണം പോയി കഴിഞ്ഞാൽ നമ്മളെന്താ ശരിക്കും ചെയ്യേണ്ടത് ഒരു ഓണർ എന്ന രീതിയിൽ? First of all, obviously you'll have to call police and make a police report on it. And ആ police report എടുത്തതിന് ശേഷം ഇൻഷുറൻസ് കമ്പനീനെ കോൺടാക്റ്റ് ചെയ്യുക. എന്നിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് ഓബ്വിയസ്ലി ആ പോലീസ് റിപ്പോർട്ട് നമ്പർ കൊടുക്കുക. എന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ പറയാം. നമുക്ക് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല മാനുഫാക്ചറേഴ്സും ഇപ്പോൾ ആൻറ്റി തെഫ്റ്റ് ഡിവൈസസ് ഇൻസ്റ്റാൾ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാനുണ്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്. എൻ്റെ എല്ലാ വണ്ടികൾക്കും ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു അഡീഷണൽ മെഷേഴ്സ് നമ്മൾ എടുക്കുകയാണ്. അതെടുത്തത് കൊണ്ട് എനിക്ക് ഇൻഷുറൻസ് കുറയും. എൻ്റെ ഇൻഷുറൻസിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു എടുത്തതിന് ശേഷം. പിന്നെ നമുക്കൊരു എക്സ്ട്രാ പീസ് ഓഫ് മൈൻഡ് അല്ലേ. അപ്പം അറിയാമല്ലോ ഇപ്പോഴത്തെ കാർ ബിസിനസ് എന്ന് പറയുന്നത്, ഒരു വണ്ടി ഓർഡർ ചെയ്ത് നമ്മൾ മാസങ്ങളോളം വെയിറ്റ് ചെയ്യാമല്ലേ. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ വണ്ടികളൊക്കെ ഞാൻ പേഴ്സണൽ വണ്ടികളിൽ ഇതിനൊക്കെ പുറമെ എല്ലാ വണ്ടിയിലും എയർ ടാഗ് ഇങ്ങോട്ട് വെച്ചു, ജസ്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഐ നോ ഇറ്റ്സ് നോട്ട് ഗോണ ബി ഈസി ഫോർ എ പോലീസ് ഓഫീസർ ടു ഫൈൻഡ് ദ കാർ. നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ഒരു വണ്ടി ഇപ്പം നിങ്ങളുടെ വണ്ടി കളവ് പോയി നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി നമ്മളൊരു സെൻട്രൽ പ്രോസസ്സിംഗ് സിസ്റ്റത്തിലിടും. ആ വണ്ടിയുടെ ലൈസൻസ് പ്ലേറ്റ്, വിൻ ഒക്കെ ഇടും. ആ വണ്ടി ഏതെങ്കിലും ജൂറിസ്ഡിക്ഷനിൽ പോയി ഏതെങ്കിലും പോലീസുകാരൻ്റെ ഇതേ ALPR ഉണ്ടല്ലോ അതിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കാണിക്കും സ്റ്റോളൻ വെഹിക്കിൾ ആണെന്നുള്ളത്. ഇപ്പോൾ ഈ കള്ളന്മാർ ചെയ്യണത് എന്താ, കിട്ടിയ ഉടനെ ലൈസൻസ് പ്ലേറ്റ് അങ്ങോട്ട് മാറ്റും. അവരുടെ കയ്യിൽ ഓൾറെഡി ഇപ്പോൾ ഒരു ഹോണ്ട CRV ആണ് കട്ടിട്ടുള്ളതെങ്കിൽ വേറെ ഏതെങ്കിലും ഹോണ്ട CRVയുടെ പ്ലേറ്റ് അടിച്ച് മാറ്റിയിട്ട് അത് ഈ ഒരു ഹോണ്ട CRVക്ക് വെക്കും. സെയിം കളറായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അപ്പോൾ ആ ലൈസൻസ് പ്ലേറ്റ് വാലിഡ് ആണ്. ഓണർക്ക് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ആ ലൈസൻസ് പ്ലേറ്റ് കളവ് പോയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം ഒരു ഓഫീസർ ഇപ്പോൾ അത് കാണുമ്പോൾ എന്താണ്, ഇപ്പോൾ CKRY913 ഒരു റാൻഡം പ്ലേറ്റ് ആണ്. ആ പ്ലേറ്റ് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് കമ്മിങ് ബാക്ക് ടു എ ബ്ലൂ ഹോണ്ട സിവിക്. നമ്മളും ഇപ്പോൾ വിചാരിക്കണത് ഓക്കെ ദിസ് ഇസ് എ ഹോണ്ട സിവിക്, പക്ഷെ അത് സ്റ്റോളൻ ആണ്. അപ്പം അത്രയും സ്മാർട്ടായിട്ടാണ് ഇവർ കാര്യങ്ങൾ ഡീൽ ചെയ്യണത്, അവർ ഷിപ്പ് ചെയ്യണത് വരെ. അപ്പോൾ do everything you can to prevent that from happening. But at the same time, there's only so much you can do as a owner, right? ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുക. അതിലിപ്പോൾ നമ്മൾ ഈ എയർ ടാഗ് ഒക്കെ നമ്മൾ വെച്ചു എന്ന് പറഞ്ഞല്ലോ, പക്ഷെ എന്നാലും ഞാൻ പല സ്റ്റോറീസും കേട്ടിരിക്കുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലില്ല, പക്ഷെ പല സ്റ്റോറീസും കേട്ടിട്ടുണ്ട്. ഇവർ പല ആൾക്കാരും
പേഴ്സണലായിട്ടുള്ള പല ട്രാക്കിംഗ് ഡിവൈസസും വണ്ടിക്കകത്ത് വെച്ചു, കളവ് പോയി, ഇവർ പോയി വണ്ടി ഐഡൻറ്റിഫൈ ചെയ്തു, പക്ഷേ പ്രിമൈസസിൽ കയറാൻ പറ്റില്ല. അപ്പോൾ പോലീസിനെ ആ സമയത്ത് വിളിച്ചിട്ടും ബെറ്റർ യു ഗോ ഹോം എന്ന രീതിയിൽ പറഞ്ഞ് അവർ തിരിച്ച് വീട്ടിൽ വിടുന്നൊരു സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ട്രാക്കിംഗ് ഡിവൈസ് വെച്ചിട്ട് നമുക്ക് ശരിക്കും വണ്ടി ചിലപ്പോൾ നമുക്ക് മുമ്പിൽ കാണാനും പറ്റുമായിരിക്കും, പക്ഷെ നമുക്കത് പോകാനോ എടുക്കാനോ പറ്റാത്തൊരു സാഹചര്യം ശരിക്കും പറഞ്ഞാൽ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. എല്ലാറ്റിനും ഒരു പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു എങ്ങനെയാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുക, ഒരു വണ്ടി കട്ടിട്ട് ആ വണ്ടി ഒരു പാർക്കിംഗ് ലോട്ടിൽ ഉള്ളിലുണ്ടെന്ന് വെച്ചോ, അത് നമുക്കറിയാം ദർ ഇസ് എ സ്റ്റോളൻ വെഹിക്കിൾ ഇൻ ദ പാർക്കിംഗ് ലോട്ട്. അപ്പം പോലീസിൻ്റെ പ്രൊസീജിയർ എന്തായിരിക്കും, ആ പാർക്കിംഗ് ലോട്ട് കംപ്ലീറ്റ് സീൽ ചെയ്തിട്ട് നമ്മളൊരു സെർച്ച് വാറണ്ട് ടൈപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് കുറച്ച് ടൈം എടുക്കും. ഞാൻ കേട്ടൊരു കേസ് എനിക്കറിയാം, ഒരു മോൺട്രിയൽ ഒരു ഷിപ്പിംഗ് കണ്ടെയ്നറിൽ അത് സെയിം സ്റ്റോറി ആയിരിക്കും. അത് നടക്കുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയണില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം എല്ലാ പോലീസ് സർവീസും ഫോളോ ചെയ്യുന്നൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിൽ മാത്രമേ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, ഡിഫൻസ് വാദിക്കുക നമ്മൾ ചെയ്ത മിസ്റ്റേക്കുകളെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ വി ഹാവ് ടു മേക്ക് ഷുവർ വി ആർ ടേക്കിംഗ് എവറി മെഷേഴ്സ്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട് ഞാനൊരു വണ്ടിനെ ഇൻവെസ്റ്റിഗേറ്റ് ഉണ്ടെങ്കിൽ normally I would write a search warrant to go in the car to search it, right? Depends on the case law as well. പക്ഷേ നോർമലി നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സ് അതാണ്. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആ പ്രൊസീജിയറും അതിൻ്റെ ബാക്കിലുള്ള എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടോ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് ആ പ്രോപ്പറായിട്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളിപ്പോൾ ഒരു അക്യൂസ്ഡിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡിഫൻസിന് വാദിക്കാൻ അധികം ഓപ്ഷൻസ് ഇല്ല. കാരണം we did everything as it's supposed to be doing, right? Okay. നമ്മളൊരു വണ്ടി മോഷണം പോയെന്ന് കരുതുക, അപ്പം ഈ വണ്ടി നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ചാൻസ് ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം റിയലിസ്റ്റിക് ആണ് കാനഡയിൽ? I would, it's not an easy question to be honest with you. Some of the cases നമ്മളിപ്പം കളവ് പോയി തിരിച്ച് കിട്ടിയ ഒരുപാട് കാറുകൾ നമ്മുടെ ഏരിയയിലുണ്ട്. കാരണം എന്താ, കളവ് പോയ അന്ന് തന്നെ ആൾക്കാരെ വിളിക്കും. സോ ഇമ്മീഡിയറ്റ്ലി വി പുട്ട് ഇറ്റ് ഓൺ ദ സിസ്റ്റം ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ സ്റ്റോളൻ. അപ്പോൾ ഏതെങ്കിലും പോലീസ് സർവീസ് അത് ട്രാക്ക് ചെയ്യും, അവരുടെ LPRൽ ഹിറ്റ് ചെയ്യും, പുൾ ഓവർ ചെയ്യും, അറസ്റ്റ് നടക്കും. അങ്ങനെ ഒരുപാട് യോർക്ക് റീജിയനിൽ ഇപ്പം ഹെലികോപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവർ ട്രാക്ക് ചെയ്തിട്ട് ഒരുപാട് സ്റ്റോളൻ വെഹിക്കിൾസിനെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നോട്ട് എവറി പോലീസ് സർവീസ് ഹാസ് ദാറ്റ് കൈൻഡ് ഓഫ് എന്താ പറയുന്നത് റിസോഴ്സസ് ഇല്ല. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ജൂറിസ്ഡിക്ഷൻ, ഡിപ്പെൻഡ്സ് ഓൺ ദ സർവീസസ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മെനി ഓഫീസേഴ്സ് ആർ ഔട്ട് ഓൺ ദ റോഡ് വർക്കിംഗ് ഫോർ ദിസ്. ഓക്കെ. ഇപ്പം നമ്മുടെ ഒക്കെ ഒരു വീടുകളിലേക്ക് ഇപ്പോൾ ഒരു അറ്റാക്ക് പെട്ടെന്ന് വരുവാണ്, ഇപ്പം ആൾക്കാർ കയറി വരുന്നു, അല്ലെങ്കിൽ ഡോറൊക്കെ പൊളിച്ചകത്ത് കയറുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഹൗസ് ഓണർ എന്ന രീതിയിൽ, സാധാരണക്കാരെന്ന രീതിയിൽ നമ്മൾ എടുക്കേണ്ട മെഷേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്? നമ്മളിവിടെ ഇപ്പം നോർമലി കാണുന്നത് നമ്മളൊന്നും ചെയ്യരുത്, നമുക്കൊന്നും ചെയ്യാൻ പാടില്ല, നമ്മൾ വെറുതെ അവർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് നോർമലി ഒരു മിത്തുള്ളത്. അങ്ങനെയല്ല ശരിക്കും. നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെന്ന് വി ഹാവ് ദ റൈറ്റ് ടു ഡിഫെൻഡ്. നമുക്ക് ഡിഫെൻഡ് ചെയ്യാം. നമ്മളെ ഫാമിലിനെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ വി ഹാവ് ദ റൈറ്റ് ടു ഡിഫെൻഡ് അവർ സെൽഫ്. അത് എക്സസീവ് ആവാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓബ്വിയസ്ലി നമ്മൾ 911 വിളിക്കുക, അത് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം പോലീസ് വിൽ നോ ആൻഡ് യു ക്യാൻ ബി ഓൺ ദ ലൈൻ വിത്ത് ദം വൈൽ ദിസ് ഇസ് ഓൾ ഹാപ്പനിങ്. പക്ഷേ ഞാൻ കേട്ടിട്ടുള്ള, നമ്മുടെ കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ തന്നെ കേട്ടിട്ടുള്ള ഒരു അറിവ്, പോലീസ് ഓഫീസേഴ്സ് പറയുകയാണ് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ലെറ്റ് ദം ഡു വറെവർ ദേ നീഡ് ടു ഡു. യെസ്, നമ്മളെ പ്രോപ്പർട്ടിയാണ് അവർക്ക് വേണ്ടെങ്കിൽ ലെറ്റ് ദം ടേക്ക് ഇറ്റ്. ബട്ട് ഇഫ് ദേ ആർ ട്രൈങ് ടു ഹേർട്ട് യു അല്ലെങ്കിൽ hurt your family, you have the right to defend yourself. ഓക്കെ. അവരുടെ കയ്യിലൊരു കത്തിയുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയുധമുണ്ട് നമ്മൾക്കെതിരെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിന്ന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ. ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, എസ്പെഷ്യലി യോർക്ക് റീജിയനിൽ. ഓക്കെ. ഓക്കെ. കാരണം ഏതൊരു ഫാമിലി ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തിട്ട് ആ ഹോം ഓണർക്കെതിരെ ചാർജസ് വന്നു. അപ്പോൾ അവിടെ നമ്മൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസീവ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കാറുണ്ട്. ഇപ്പം മറ്റേ ഒരു വീട്ടിൽ കയറി വന്ന് ഒന്നും ആയതൊന്നും ഉണ്ടായിട്ടില്ല, ജസ്റ്റ് നമ്മുടെ ഫോർ എക്സാമ്പിൾ എങ്ങനെ ഞാൻ പറയാം, ഗോൾഡ് അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ കീ എടുക്കാൻ വന്നതാണെന്ന് വെച്ചാൽ, അവർ കീ എടുക്കുന്ന സമയത്ത് നമ്മൾ പോയി അവരെ ഉപദ്രവിച്ച് അവരങ്ങോട്ട് കൊലപ്പെടുത്തി. അപ്പോൾ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ അതൊരു എക്സസീവ് ഫോഴ്സ് ആണോ, അവരുടെ ഫോഴ്സും നമ്മുടെ ഫോഴ്സും നമ്മൾ കമ്പയർ ചെയ്തിട്ട് അത് എക്സസീവ് ആണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. നേരെ മറിച്ച്
ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്, ഇഫ് യു ക്യാൻ ജസ്റ്റിഫൈ ദാറ്റ് ഇഫ് ഐ ഡോണ്ട് ഡിഫെൻഡ് മൈ സെൽഫ് ഐ എം ഗോണ ബി ഹേർട്ട് ഓർ someone else is gonna get hurt from my family or someone else. ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ യു ഹാവ് ദ റൈറ്റ് ടു ഡിഫെൻഡ് യുവർ സെൽഫ്. ഓക്കെ.